മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മോഹൻലാൽ എന്നാണത്. കാലാകാലങ്ങളിൽ തിയേറ്റർ വ്യവസായത്തിൽ നിന്ന് മാറ്റങ്ങൾ ബോക്സ് ഓഫീസിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇൻഡസ്ട്രി ആദ്യം തിരിച്ചത് മോഹൻലാൽ ചിത്രങ്ങളുടെ ആണ്. അതിൽ ഇന്നും മാറ്റമില്ല. മലയാളത്തിലെ ആദ്യ 50 കോടി 100 കോടി ക്ലബ്ബുകൾ ഇടം പിടിച്ച മോഹൻലാൽ നായകനായ ചിത്രത്തിലൂടെയാണ്. തൻ്റെ ഏറ്റവും പുതിയ റിലീസായ ദൃശ്യത്തിലൂടെ വൻ ബോക്സ് ഓഫീസ് നേട്ടം കൊഴിയുമ്പോൾ സമീപകാലത്ത് അദ്ദേഹം സ്വന്തമാക്കിയ നേട്ടങ്ങളുടെ വ്യാപ്തി ഏത് ഇൻഡസ്ട്രിയെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിൽ ഏറ്റവും പുതിയ ചിത്രമായ ദൃശ്യം 3 ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി ക്ലബും കടന്ന് മുന്നേറ്റം തുടരുകയാണ്. രണ്ടാം വാരത്തിൽ ലോകമാകെ മികച്ച ഒക്കുപ്പൻസിയാണ് ചിത്രം പ്രദർശനം തുടരുന്നത്. അതിനാൽ തന്നെ ഫൈനൽ കണക്കുകൾ നിലവിൽ പ്രവചനാതീതമാണ്. 200 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന മോഹൻലാലിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ദൃശ്യം 3. മറ്റ് രണ്ട് ചിത്രങ്ങൾ കഴിഞ്ഞ 14 മാസങ്ങൾക്കുള്ളിൽ എത്തിയത് എന്നതും കൗതുകം. മലയാളത്തിൽ എന്നല്ല, ഇന്ത്യയിലെ മറ്റു ഭാഷകൾ എടുത്താലും ഇത് അപൂർവമാണ്. തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർതാര ചിത്രങ്ങളുടെ ഇടവേള വലുതായതാണ്. എന്നാൽ ഇത്തരമൊരു നോട്ടം സംഭവിക്കാനിടയില്ല. കഴിഞ്ഞ 14 മാസങ്ങളിൽ മോഹൻലാൽ നായകനായ 4 ചിത്രങ്ങൾ തിയേറ്ററിലെത്തിയത്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം, ദൃശ്യം 3 എന്നിവയാണ് അവ. ഇതിൽ എമ്പുരാനും തുടരും, ദൃശ്യം 3 എന്നിവ 200 കോടി ക്ലബ്ബിൽ എത്തിയപ്പോൾ ഹൃദയപൂർവ്വം 75 കോടിക്ക് മുകളിൽ നേടി. ഈ 4 ചിത്രങ്ങൾ ചേർത്ത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 770 കോടിയാണ്. ഈ ചിത്രങ്ങൾ ചേർന്നാൽ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 310 കോടിയാണ്. ഇതിൽ ദൃശ്യം 3 ഇപ്പോഴും വൺ സ്ക്രീൻ കൗണ്ടോടെ തുടരുകയാണ്. എമ്പുരാൻ മുതൽ ദൃശ്യം 3 വരെയുള്ള ചിത്രങ്ങൾ വിദേശ മാർക്കറ്റിൽ നിന്ന് നേടിയത് കേരളത്തിൽ നേടിയത് അധികമാണ്. 370 കോടിയാണിത്.